ഓയ് എല്ലാവർക്കും സ്കൂളൊക്കെ അടിച്ചു പൊളിച്ചിരിക്കുവാണെന്നറിയാം. അപ്പം നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അത് മാങ്ങ. ഓക്കെ, അപ്പം ഇന്ന് അങ്കമാലി മാങ്ങാക്കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. 1 തേങ്ങാപ്പാലും വേണം, 2 തേങ്ങാപ്പാലും വേണം. ഓക്കെ, അത് എനിക്ക് അറിയാം കൂടുതൽ ആൾക്കാർക്കും 1 പാല് 2 പാൽ എന്നൊക്കെ പറയുമ്പോൾ ചിലവർക്ക് അറിയത്തില്ലായിരിക്കും. സെയിം ഞാനും അങ്ങനെ ആയിരുന്നു. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ 1 മുറി തേങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അത് 1 പാല്. പിന്നെ ആ തേങ്ങ തന്നെ പിഴിഞ്ഞെടുത്തിട്ട് രണ്ടാമത് നമ്മൾ അരയ്ക്കുമ്പം 1 ഫുൾ ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരയ്ക്കുക. അപ്പോൾ അത് 2 പാലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം അത് സെറ്റായല്ലോ. ഇനി നമുക്ക് മാങ്ങാക്കറി റെഡിയാക്കാം. ഇതിന് വേണ്ടി നമുക്ക് സവാള എടുക്കാൻ പാടില്ല, കൊച്ചുള്ളി ഇല്ലാത്തവർ മാത്രം സവാള എടുക്കുക. കൊച്ചുള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൊച്ചുള്ളി നന്നായിട്ട് അരിഞ്ഞെടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചിയും കൂടെ നമുക്ക് വേണം. അപ്പോൾ കുറച്ച് ഇഞ്ചിയും കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മാങ്ങ, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ 2 തേങ്ങാപ്പാൽ ഈ മിക്സ് ചെയ്തതിനകത്തോട്ട് ഒഴിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക. ചൂടാക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് തിളയ്ക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഉടയുന്നതിന് തൊട്ട് മുമ്പ് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, 1 പാൽ ഒഴിക്കണം. 1 പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തീ വളരെ ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് 1 പാൽ ഒഴിച്ച് കഴിയുമ്പം തിളയ്ക്കാനായിട്ട് പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1 പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിനകത്ത് നമുക്ക് കുറച്ച് കടുകും കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറിയൊരു ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ച മാങ്ങാക്കറിയിലേക്ക് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കുന്നതാണ്. കഴിച്ച് നോക്കി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്യുക. പിന്നെ ഉപ്പിടാനായിട്ട് മറക്കല്ല കേട്ടോ. അപ്പോൾ എപ്പോഴത്തേയും പോലെ കറി നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.